ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ പെട്ടെന്നാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളൊന്ന് ഇന്നെങ്കിലും മാധുവിനെ അല്ലാതെയിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദുബായിൽ UAE ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഷാർജയിലാണ് താമസം. ഞങ്ങൾക്കും വർക്കിന് പോയിട്ട് ഒരാഴ്ചയായി. അതെ, വർക്കിന് പോയിട്ട് ഒരാഴ്ചയായി. നമ്മളെ ബിൽഡിങ്ങിൻ്റെ താഴെ വെള്ളമില്ല, പക്ഷേ മെയിൻ റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, നല്ല വെള്ളമുണ്ട്. നമ്മൾ കാലിന് കവറെല്ലാം കെട്ടി പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം. ഇനി മാധുവിനൊന്നും കൂടെ പോയില്ലെങ്കിൽ ഒരാഴ്ചയായി വർക്കിന് പോവാതെ. ഇപ്പം നമുക്ക് മിഥുവിൻ്റെ റൂമിലേക്ക് എത്തിയാൽ ആർന്ന് ദുബായിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചൊന്ന് മിഥുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ ഇറങ്ങാണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു, കാരണം നല്ല വെള്ളമുണ്ട്. കാണിച്ചു നമ്മുടെ നാട്ടിൽ പുഴയിൽ പോലും ഇത്ര വെള്ളം. ഇന്നലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, ഇന്നലെ ഇറങ്ങാത്ത ഭാഗ്യം. ഇവര് പകുതി മുങ്ങുമായിരുന്നു. മുനിസിപ്പാലിറ്റി കുറഞ്ഞിട്ടാണ് ഇത്രയും വെള്ളം. മുനിസിപ്പാലിറ്റി ഓൾറെഡി വെള്ളം ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ടും പറ്റണ്ടേ. അതാണ് ആ കിടക്കുന്നതാണ് എൻ്റെ സർവേ. അവരെ കൊണ്ടും ഒരു മിനിറ്റ്, അവരെ കൊണ്ടും പറ്റണ്ടേ. അവർ കഴിഞ്ഞ ഒരാഴ്ച ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വെള്ളം എവിടെയും ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുമായിരിക്കും, 2 ദിവസത്തിൽ ക്ലിയർ ആവും തോന്നുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് അങ്ങാട് ഒരു സബ്വേ ഉണ്ട്, കുറച്ചും കൂടെ ക്രോസ് ചെയ്യുന്നത് സബ്വേ വഴിയാണ്. ആ സബ്വേ മൊത്തം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അമ്മൂന് പോവേണ്ട സബ്വേ. ഞങ്ങളിപ്പോൾ ഇറങ്ങി കാണിക്കുന്നില്ല, ഇറങ്ങിയ മുങ്ങാം, കാരണം ഇത് താഴോട്ട് നല്ല ഡീപ്പായിട്ട്, താഴെ വരെ ഡീപ്പായിട്ടുള്ള ഒരു സബ്വേ ആണ്. ഇതിന് താഴേക്കും നല്ല ഡീപ്പുണ്ട്, പക്ഷേ ഇത്ര വെള്ളം കയറി പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടാവില്ല. കാരണം പുറത്തൊക്കെ കണ്ടാ ടാങ്കർ ലോറി പോകുന്നുണ്ട്, അതിലാണ് അവർ മുനിസിപ്പാലിറ്റി വെള്ളം എടുത്ത് ക്ലിയർ ചെയ്യുന്നത്. പക്ഷേ വെള്ളം ഇനിയും കുറേ ക്ലിയർ ആവാനുണ്ട്. എപ്പോൾ റെഡി ആവുന്നില്ല ഒരു ഐഡിയ ഇല്ല. ഒരാൾക്കും ഇതിൻ്റെ എത്ര സീരിയസ് ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഷാർജയിൽ താമസിക്കുന്ന ആൾക്കാർക്കല്ലാണ്ട് പുറത്തുനിന്ന് കേരളത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ദുബായിൽ ഇതുപോലെ തന്നെയാണ്. എന്നാൽ അവിടെ വെള്ളമൊക്കെ ഡ്രൈ ആയി. ഇതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയെന്ന് തോന്നുന്നത്. 75 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു മഴ വന്നത്. ഇനി ഒരിക്കലും ഒരു മഴ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ശരിക്കും ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം വന്നിട്ടില്ല. ഓക്കെ, റൂമിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ പുറത്ത് വർക്കിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ട്. കുറേ സ്ഥലത്ത് കുറേ പേർക്ക് കറണ്ട് ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. അതിൻ്റെ പ്രശ്നമില്ല, വെള്ളത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു 500 ml ബോട്ടിൽ വാങ്ങി വെച്ചോണ്ട് ഇന്ന് വരെ അത്ര കുഴപ്പമില്ല. ഇടയിൽ ഒരു ദിവസം മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പോകുന്ന വഴിയിൽ ബാക്കി കണ്ടിട്ട് വേണ്ടപ്പാ, എല്ലാവരും നടക്കുന്നില്ല. അണ്ണാ എങ്ങോട്ടൊക്കെ? ഇത് പുഴയല്ല കേട്ടോ, ഇത് അഭിഷേകരല്ലേ, ബുഡാനിക്ക് പോകുന്ന വഴി. ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റായി നടക്കുന്നത്. അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഞാൻ ഈ റിസ്ക് ഒരിക്കലും എടുക്കൂലായിരുന്നു, പക്ഷെ മാധുവിന് ഒരാഴ്ചയായി പണിക്കുകൊണ്ട്. അപ്പോൾ വെള്ളം കുറയുന്ന വെച്ച് കാത്തുന്നു. അതല്ലാണ്ട് ആരെങ്കിലും ഫുഡെല്ലാം കൊണ്ടുതരുന്നവരിൽ പറഞ്ഞു വിടാൻ പറ്റുമോ നോക്കിയാൽ ഒന്നും നടക്കൂല. അങ്ങോട്ടേക്കൊന്നും വരുന്നുണ്ടായിരുന്നു. അതായത് ഈ റോഡ് മെയിനായിട്ട് ബ്ലോക്കാണ്. മെയിനായിട്ടും ഈ റോഡ് ബ്ലോക്കാണ്. ഈ റോഡിൽ എനിക്കൊന്നും നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഇത്ര വെള്ളമില്ല. ഇത് നീന്തി കുളിക്കാനില്ല വെള്ളമുണ്ട് ശരിക്കും. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി, സേഫായിട്ട് റൂമിലെത്തി. പോകുന്ന സമയത്താണെങ്കിലും ഞാൻ കുറേ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ കൂടി എടുത്തെങ്കിൽ ഉരുന്നിട്ട് താഴെ വീണിട്ടുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ തിരിച്ചു വരുമ്പോഴാണെങ്കിൽ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനില്ല. കാരണം രാത്രി ആയതുകൊണ്ട് ലൈറ്റ് കുറവായിരുന്നു. ഇവർ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത്, സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് നല്ലോണം കുറവായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴും വീഡിയോ എടുത്തിട്ടാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി മാധുവിനെ അവിടെ ആക്കി. മാധുവിനെ എന്നിട്ട് അൽനാദൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി വീഡിയോസ് എടുക്കുന്നത്, അതായത് കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല ഷാർജയിൽ മഴ വന്നിട്ട് ഇത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലെല്ലാം കുറച്ച് കുറവാണ്. ഇവിടെയും നല്ല വെള്ളമുണ്ട്, എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അൽ മജാസ്, മറ്റേ കാസ്മിയ, അബുഷാഗർ ഏരിയയിലെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ കുറേ ആൾക്ക് ഫുഡില്ല, കുടിക്കാൻ വെള്ളമില്ല.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൊണ്ടു കൊടുക്കാനും വെള്ളം കൊണ്ടു കൊടുക്കാനും കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളമൊക്കെ താണ് പഴയ പോലെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെയും പറയുന്നുണ്ടായിരുന്നു നാളെയും മറ്റന്നേയും മഴയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ചെറിയ മഴയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം റിക്കവർ ചെയ്ത് പഴയ പോലെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, കാരണം കുറേ അധികം ക്ലിപ്സൊന്നും ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ താഴേക്ക് പോയി നോക്കും, വെള്ളം കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലിപ്പ് എടുക്കുമെങ്കിലും ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ പുറത്തിറങ്ങിയിട്ടായിട്ട് നമ്മളാണ് വിചാരിച്ചത് എന്നാൽ വ്ളോഗ് എടുക്കാം, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ ഇന്നലെയാണ് വിചാരിച്ചത്. അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് ക്ലിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്ന് റിക്കവർ ആവും, എല്ലാം പഴയ പോലെ ആവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ശരിക്കും ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് പുറത്ത് ചെയ്യലായിരുന്നു, കാരണം അത്ര നല്ല വെള്ളമല്ല പുറത്തുള്ളത്. മറ്റേ നമ്മുടെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആരും ആ വെള്ളം അധികം ചവിട്ടരുത്, പുറത്തിറങ്ങരുത് എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് പുറത്തിറങ്ങാൻ കാരണം മാധുവിന് ഡ്യൂട്ടിക്ക് കൊണ്ടതാണ്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാധു ഇങ്ങോട്ടേക്ക് വന്നത്, ചൊവ്വാഴ്ച ഒക്കെ ഓഫായിരുന്നു, അതുകൊണ്ട് തിങ്കളാഴ്ച ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ അന്ന് മഴ പെയ്ത് മാധു ഇവിടെ പെട്ടുപോയി. ഇപ്പോൾ ഞായറാഴ്ച ഇതുവരെയും ഡ്യൂട്ടിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും മേലും റിസ്ക് എടുത്തിട്ട് പോയത്. അല്ലെങ്കിൽ നമ്മൾ പല വഴികളും നോക്കി, ഫുഡ് കൊണ്ട് ഈ ഏരിയയിലെല്ലാം കുറേ ആൾക്കാർ ഫുഡ് കൊണ്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്ത് അവരേൽ പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, പക്ഷേ നടന്നില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കടത്തി വിടുന്നില്ല, ടാക്സി സർവീസ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസമൊക്കെ പോകാൻ പറ്റാതെ ഉണ്ടായതും. അത് ഭയങ്കര ടെൻഷനിലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും കുഴപ്പമില്ല പോകാമെന്ന് വെച്ചാൽ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് അയ്യോ വരണ്ടായിരുന്നു, കാരണം അത്രമാത്രം കഷ്ടപ്പാടായിരുന്നു. ആ വെള്ളത്തിന് നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. വെള്ളം ഭയങ്കര കളറ് പച്ച കളറ് വെള്ളമായിരുന്നു. പിന്നെ തോന്നി ഇറങ്ങണ്ടായിരുന്നു എന്ന്, പിന്നെ രണ്ടും കൽപ്പിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം പഴയ പോലെ നോർമലായി, എല്ലാം റിക്കവർ ചെയ്ത് പഴയ പോലെ എത്രയും പെട്ടെന്ന് തന്നെ പഴയ പോലെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.